നമസ്കാരം. ഇമ്പോർട്ടൻ്റ് ആക്ട് ആൻഡ് റൂൾസ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദേശീയ പിന്നാക്ക കമ്മീഷനെക്കുറിച്ചും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ചുമാണ്. ഇതിന് മുമ്പായിട്ട് ഈ ഭാഗത്തെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദേശീയ പിന്നാക്ക കമ്മീഷനെക്കുറിച്ചും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ചുമാണ്. അതിലാദ്യം നമുക്ക് ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ച് നോക്കാം. ദേശീയ പിന്നാക്ക കമ്മീഷൻ അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, അല്ലേ? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ചില കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കാം. നമ്മൾ ഭരണഘടനാ ഭാഗത്ത് പഠിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 2 തരത്തിലുള്ള സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു: ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് നമുക്കറിയാം. ഏതാണ്? വകുപ്പ് 14. അതുപോലെ തന്നെ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് നമുക്കറിയാം. വകുപ്പ് 16. വകുപ്പ് 16. അവിടെ 16ാമത്തെ വകുപ്പിൽ ഒരു ഉപവകുപ്പുണ്ട്. എന്താണ്? വകുപ്പ് 16(4). അതൊന്ന് മനസ്സിലാക്കി വെക്കണം. 16ലുള്ള ഒരു ഉപവകുപ്പാണ് വകുപ്പ് 16(4). അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ രാജ്യത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ സംവരണം നൽകുന്നതിന് രാഷ്ട്രത്തിന് തടസ്സമില്ല എന്നാണ്. ഈ രാജ്യത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ സംവരണം നൽകുന്നതിന് രാഷ്ട്രത്തിന് തടസ്സമില്ല എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 16(4). എന്തിനാണിപ്പോൾ 16(4) പറഞ്ഞത്? ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങൾ ആര് എന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അടിസ്ഥാനമായിട്ട് മാറിയ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ വകുപ്പ് 16(4) ഇന്ത്യയിലെ ദുർബല വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നിശ്ചയിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ പരിണാമം ഏത് വകുപ്പിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ വകുപ്പ് 16(4) നിന്നാണ് എന്ന് ഓർത്തു വയ്ക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച്, അവരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട ആദ്യ കമ്മീഷനാണ് ഏത്? അതാണ് കാക്ക കലേക്കർ കമ്മീഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ കാക്ക കലേക്കർ കമ്മീഷനാണ്. 1950 ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. ജവഹർലാൽ നെഹ്റുവാണ്. ആ കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഇവരെക്കുറിച്ച് പഠിക്കുന്നു. ഒരു റിപ്പോർട്ട് 1955 സമർപ്പിക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ കാക്ക കലേക്കർ കമ്മീഷനാണ്. 1950. പിന്നീട് മറ്റൊരു കമ്മീഷൻ വരുന്നു. ആ കമ്മീഷനെ നിയമിക്കുന്നത് മൊറാർജി ദേശായി ആണ്. ആ കമ്മീഷൻ നിയമിക്കുന്നത് മൊറാർജി ദേശായി ആണ്. 1979 ആ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മൊറാർജി ദേശായി നിയമിച്ച കമ്മീഷനാണ് ഏത്? മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ ദുർബല വിഭാഗങ്ങളെക്കുറിച്ച്, പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചു. ഒരു റിപ്പോർട്ട് 1980 സമർപ്പിച്ചു. പക്ഷെ ആ റിപ്പോർട്ട് നടപ്പിലായില്ല. അതൊരുപാട് വിവാദങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് വഴിതെളിച്ചു. അത് കഴിഞ്ഞിട്ട് 1990 ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ത് ചെയ്തു? നടപ്പിലാക്കി.
മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി. അത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്തുവെക്കുക, VP സിംഗ് ആണ്. മണ്ഡൽ കമ്മീഷനെ 1979 നിയമിച്ച പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1980 കൊടുത്തു. പക്ഷെ 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ VP സിംഗ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്, ഇന്ദ്രാസാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്, സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഏത്? ഇന്ദ്രാസാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള മണ്ഡൽ കമ്മീഷൻ കേസ് എന്ന് അറിയപ്പെടുന്ന കേസ് ഏതാണ് എന്നായിരിക്കും ഒരുപക്ഷെ ചോദിക്കുന്നത്. ഇന്ദ്രാസാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, വേറെ തരത്തിൽ മണ്ഡൽ കമ്മീഷൻ കേസ് എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കേസിനൊരു പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഈ കേസ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ടായി. ഇപ്പോൾ ദുർബല വിഭാഗങ്ങളെക്കുറിച്ച്, പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് കമ്മീഷനുകൾ ഉണ്ടാകുന്നു, കാലാകാലങ്ങളിൽ കമ്മീഷൻ ഉണ്ടാകുന്നു, അല്ലേ? അത് താൽക്കാലികമാണ്, കാലാകാലങ്ങളിൽ നിയമിക്കപ്പെടുന്ന കമ്മീഷനുകൾ. പക്ഷേ ഇതിന് പകരം പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ട് ദേശീയ തലത്തിൽ സ്ഥിരമായിട്ടൊരു കമ്മീഷൻ എന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യം അല്ലെങ്കിൽ എന്ന പരാമർശം സുപ്രീം കോടതി ഉന്നയിക്കുന്നത് ഏത് കേസിലാണ്? ഇന്ദ്രാസാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മണ്ഡൽ കമ്മീഷൻ കേസിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1993 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ആ നിയമം എന്തിനു വേണ്ടിയിട്ടുള്ള നിയമമാണ്? പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ കമ്മീഷൻ അത് രൂപീകരിക്കുന്നതിന്, സ്ഥിരമായിട്ടൊരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നിയമം ആര് പാസ്സാക്കുന്നു? ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നു. ആരുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ? സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ. ഏത് കേസിന്റെ പശ്ചാത്തലത്തിൽ? മണ്ഡൽ കമ്മീഷൻ കേസിന്റെ പശ്ചാത്തലത്തിൽ 1993 ഒരു നിയമം പാസ്സാക്കുന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1993 തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ കമ്മീഷൻ രൂപം കൊണ്ടു. അപ്പോൾ പിന്നാക്ക കമ്മീഷൻ, ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതെന്ന് തന്നെയാണ്? 1993 നിയമവും ആ കൊല്ലം തന്നെയാണ്, 1993. നമ്മുടെ ഭരണഘടനയിൽ ദേശീയ തലത്തിൽ ഒരു പിന്നാക്ക കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നില്ല. നമ്മുടെ ഭരണഘടനയിൽ ദേശീയ തലത്തിൽ ഒരു പിന്നാക്ക കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ പിന്നാക്ക കമ്മീഷൻ ഉണ്ടായത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? 1993 പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ ആ സ്ഥാപനത്തിന് നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന് പറയും. അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പോൾ ദേശീയ പിന്നാക്ക കമ്മീഷൻ 1993 രൂപം കൊണ്ടത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നീട് ഒരു ഭേദഗതി ഉണ്ടായിട്ടുണ്ട്, 102ാം ഭേദഗതി 2018. 102ാം ഭേദഗതി 2018. ഈ 2018 ഈ 102ാം ഭേദഗതി പ്രകാരം ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി കിട്ടി, അല്ലേ? അപ്പൊ അത് രൂപം കൊള്ളുന്ന സമയത്ത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. നിലവിൽ ദേശീയ പിന്നാക്ക കമ്മീഷൻ 102ാം ഭേദഗതി പ്രകാരം 2018 102ാം ഭേദഗതി പ്രകാരം എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി കൊടുത്ത ഭേദഗതി ഏതാണ്, ഏത് വർഷമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 102ാം ഭേദഗതി 2018. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. 103ാം ഭേദഗതി 103ാം ഭേദഗതിയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് 10% സംവരണം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതാണ്, അല്ലെ? മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് 10% സംവരണം അനുവദിക്കുന്ന ഭേദഗതിയാണ് ഏത്? 103ാം ഭേദഗതി. ഏത് കൊല്ലം? 2019. 103ാം
ഭേദഗതി 2019. അപ്പോൾ 102 ഭേദഗതി 2018. അത് പ്രകാരമാണ് ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത്. 103 ഭേദഗതി മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് 10% എന്താണ് സംവരണ ഉറപ്പ് നൽകുന്ന ഭേദഗതിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അത് 2019. അപ്പൊ ഞാൻ പറഞ്ഞു 102 ഭേദഗതി പ്രകാരം ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി കിട്ടി എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഭരണഘടനയിൽ ഒരു വകുപ്പ് പുതുതായിട്ടുണ്ടാകുമല്ലോ. ആ വകുപ്പാണ് വകുപ്പ് 338B. ഈ വകുപ്പ് നേരത്തെ ഉണ്ടായിരുന്നതല്ല, ഭരണഘടനാ ഭേദഗതി പ്രകാരം പിന്നീട് കൂട്ടിച്ചേർത്തതാണ് 338B. അപ്പോ ഇപ്പോ നമ്മുടെ ഭരണഘടനയിൽ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ നിലവിൽ ദേശീയ പിന്നാക്ക കമ്മീഷൻ എന്താണ്? ഇപ്പോ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലെ. 338B നമുക്കറിയാം. 338 നാഷണൽ കമ്മീഷൻ ഫോർ SCയെ കുറിച്ചാണ് പറയുന്നത്. 338A നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ STയെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം 338B എന്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കോമ്പോസിഷനിലോട്ട് വരാം. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ഘടനയിലോട്ട് വരാം. അതിനകത്ത് ആകെ 5 അംഗങ്ങളാണ്. ദേശീയ പിന്നാക്ക കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 5 അംഗങ്ങളാണ്. ഈ 5 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ കുറിച്ച് പഠിച്ച സമയത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടത്തെയും കാര്യം. അതായത് ദേശീയ പിന്നാക്ക കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ അധ്യക്ഷനായിരിക്കും, മറ്റൊരാൾ എന്താണ് ഉപാധ്യക്ഷനായിരിക്കും. ഇതിനെ കൂടാതെ 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എന്നിവരെ കൂടാതെ പിന്നാക്ക കമ്മീഷനിൽ എത്ര മറ്റു 3 അംഗങ്ങൾ കൂടി ഉണ്ടായിരിക്കും. അതായത് ദേശീയ പിന്നാക്ക കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 5 അംഗങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ പിന്നാക്ക കമ്മീഷൻ ഇപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എത്ര വർഷത്തേക്കാണ് നിയമനം? 3 വർഷത്തേക്കാണ് നിയമനം. ദേശീയ പിന്നാക്ക കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമെന്ന് ചോദിച്ചാൽ 3 വർഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ രാജിക്കത്തൊക്കെ കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. കാരണം ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് RN പ്രസാദ് ആണ്. ജസ്റ്റിസ് RN പ്രസാദ്. ചിലപ്പോൾ RN എന്ന് തന്നിരിക്കില്ല, റാം നന്ദൻ പ്രസാദ്. ജസ്റ്റിസ് റാം നന്ദൻ പ്രസാദ് ആണ് ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ. കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്നൊന്ന് ചോദിച്ചാൽ 1993 കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1993. പക്ഷേ കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയ, ഈ സംസ്ഥാനത്തുണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. അപ്പോൾ ഇത് ഭരണഘടനാ സ്ഥാപനമല്ല. ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപം കൊള്ളുന്ന സമയത്ത് ഭരണഘടനാ സ്ഥാപനമല്ല എങ്കിലും, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നുവെങ്കിലും പിന്നീട് അതിന് ഭരണഘടനാ പദവി ലഭിച്ചു. ഇപ്പോൾ അത് ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് രൂപം കൊള്ളുന്നത് 1993. അതിനകത്ത് ആകെ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 3 അംഗങ്ങളാണ്. അതായത് ഒരു അധ്യക്ഷൻ. നമ്മൾ പറഞ്ഞല്ലോ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിലുള്ളതുപോലെ ഒരു അധ്യക്ഷൻ, മറ്റ് 2 അംഗങ്ങൾ. ഒരു അധ്യക്ഷൻ,
മറ്റു 2 അംഗങ്ങൾ. അങ്ങനെ 3 അംഗങ്ങളാണ് കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷനിലുള്ളത്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പോൾ അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റിനാണ്. അപ്പൊ കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ 993 രൂപീകരിക്കപ്പെടുന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. 3 അംഗങ്ങളുണ്ട്, ഒരു അധ്യക്ഷൻ, അധ്യക്ഷനെ കൂടാതെ മറ്റു 2 അംഗങ്ങൾ. നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അല്ലെ? അപ്പൊ അത് ഓർത്ത് വെക്കുക, സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ. കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി. ആരാണ്? ഫാത്തിമ ബീവി. കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവിയാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സർക്കാർ നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ട്. കേരള സർക്കാർ ഒരു വിഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ട്, നെട്ടൂർ കമ്മീഷൻ. നെട്ടൂർ കമ്മീഷൻ കേരള സർക്കാർ നിയമിച്ചത് ഏത് വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനാണ് എന്ന് ചോദിച്ചാൽ OBC വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച ഒരു കമ്മീഷൻ ആയിരുന്നു ഏത്? നെട്ടൂർ കമ്മീഷൻ. ഇപ്പോ എന്താണ്? പിന്നാക്ക കമ്മീഷൻ. സംസ്ഥാന പിന്നാക്ക കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ഫാത്തിമ ബീവിയാണ്. ഈ നെട്ടൂർ കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നാക്ക കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നേരത്തെ നിയമിച്ചിരുന്ന ഒരു കമ്മീഷനാണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് അല്ലെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇത് രൂപം കൊള്ളുന്നത് 1993 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് രൂപം കൊള്ളുന്നത് 1993 1992 ഇതിനു വേണ്ടിയിട്ടൊരു നിയമം ആര് പാസ്സാക്കുന്നത്? ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് രൂപം കൊള്ളുന്നതിന് കാരണമായിട്ടുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1992 പക്ഷേ ഇത് രൂപം കൊണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1993 നേരത്തെ ദേശീയ പിന്നാക്ക കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ നിയമം ഉണ്ടായതും 93 അത് രൂപം കൊണ്ടതും 93 പക്ഷേ മൈനോറിറ്റീസ് കമ്മീഷന്റെ കാര്യത്തിൽ അതിന് രൂപം കൊള്ളുന്നതിന് കാരണമായുള്ള നിയമം ഉണ്ടായത് 92 അത് രൂപം കൊണ്ടത് 1993 ഇത് ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. ദേശീയ മൈനോറിറ്റി കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒന്നാണ്. ഇത് എന്തല്ല? ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡിയാണ്. ഇതിലെ അംഗങ്ങൾ 7 അംഗങ്ങളാണുള്ളത്. ഇതിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 7 അംഗങ്ങൾ. 7 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, പിന്നെ 5 മറ്റ് അംഗങ്ങൾ അല്ലെ. അപ്പോൾ മൈനോറിറ്റീസ് കമ്മീഷനിൽ ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, പിന്നീട് മറ്റ് 5 അംഗങ്ങൾ. അങ്ങനെ മൊത്തം മൈനോറിറ്റീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 7 അംഗങ്ങളാണ്. അപ്പോൾ പറഞ്ഞു ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവരെ എത്ര കൊല്ലത്തേക്കാണ് നിയമിക്കുന്നത്? 3 കൊല്ലത്തേക്കാണ് നിയമിക്കുന്നത്. പട്ടികജാതി കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോഴും, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോഴും, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോഴും, ഇപ്പോൾ മൈനോറിറ്റീസ് കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോഴും അംഗങ്ങളുടെ കാലാവധി സെയിം ആണ് പറഞ്ഞത്, 3 വർഷത്തേക്കാണ് നിയമനം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഈ മൈനോറിറ്റീസ് കമ്മീഷനകത്ത് അംഗങ്ങൾ 7 ഉണ്ട്. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ ഉൾപ്പെടെ 7 അംഗങ്ങളുണ്ട്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇനി അവിടെ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ദേശീയ മൈനോറിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അതിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്?
ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് സർദാർ അലി ഖാനാണ്. മുഹമ്മദ് സർദാർ അലി ഖാനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ മതങ്ങൾ അല്ലെ, ദേശീയ തലത്തിൽ ന്യൂനപക്ഷ മതങ്ങൾ എത്രയാണ് എന്ന് നമുക്കറിയാം. 6 മതങ്ങൾക്കാണ് ദേശീയ തലത്തിൽ ന്യൂനപക്ഷ പദവിയുള്ളത്. 6 മതങ്ങൾക്കാണ് ദേശീയ തലത്തിൽ ന്യൂനപക്ഷ പദവിയുള്ളത്. ഈ പദവിയൊക്കെ നൽകുന്നത് ആരാണ്? ഈ പറഞ്ഞ ന്യൂനപക്ഷ കമ്മീഷനാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് ദേശീയ തലത്തിൽ ന്യൂനപക്ഷ മതങ്ങൾ ഏതാണ് എന്ന് നിശ്ചയിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിലും ന്യൂനപക്ഷ മതങ്ങൾ ഉണ്ടാവും, അത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിലുള്ള ന്യൂനപക്ഷ മതങ്ങൾ ഏത് എന്ന് നിശ്ചയിക്കുന്നത് ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ന്യൂനപക്ഷ കമ്മീഷനാണ്. അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അവർ ആ പദവി നൽകിയിരിക്കുന്നത് 6 മതങ്ങൾക്കാണ്. ഈ 6 മതങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒന്ന് മുസ്ലിം മതം, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ, വേറൊന്ന് സിഖ്, വേറൊന്ന് പാഴ്സി, പിന്നെ അത് കഴിഞ്ഞിട്ട് ബുദ്ധമതം, പിന്നെ അത് കഴിഞ്ഞിട്ട് ജൈനമതം. അപ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷ മതങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? മുസ്ലിം മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്, സിഖ് മതമുണ്ട്, പാഴ്സി മതമുണ്ട്. മാറിപ്പോകരുത്, മറന്നു പോകരുത്. പാഴ്സി മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ട്, ഏറ്റവും ഒടുവിലെന്ന് പറയുമ്പോൾ 2014 ഏറ്റവും ഒടുവിലായിട്ട് ന്യൂനപക്ഷ പദവി ലഭിച്ചിരിക്കുന്നത് ഏത് മതത്തിനാണ് എന്ന് ചോദിച്ചാൽ ജൈന മതത്തിനാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും ഒടുവിലായിട്ട് ന്യൂനപക്ഷ മതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മതം ഏത് എന്ന് ചോദിച്ചാൽ അത് ജൈന മതമാണ് എന്നു കൂടി ഓർത്തു വയ്ക്കുക. 2014. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അത് രൂപീകരിക്കപ്പെടുന്നത് 2013. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് 2013. ഗവർണറുടെ ഒരു ഓർഡിനൻസിന്മേലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. അത് നിയമമായിട്ട് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നത് 2014. അപ്പോൾ ഒരു ഓർഡിനൻസിൻ്റെ, ഗവർണറുടെ ഒരു ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിൽ 2013 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. നിയമം നിയമസഭ പാസ്സാക്കിയത്, ഓർഡിനൻസ് കഴിഞ്ഞാലും അത് നിയമസഭ പാസ്സാക്കണമല്ലോ, അത് പാസ്സാക്കിയത് 2014. അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ 2013. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൽ അംഗങ്ങളുണ്ട്. അതിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 3 അംഗങ്ങളാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 3 അംഗങ്ങളാണ്. ഒരു അധ്യക്ഷൻ, മറ്റ് 2 അംഗങ്ങൾ. ആ മറ്റ് 2 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം എന്നും നിബന്ധനയുണ്ട്. അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 3 അംഗങ്ങൾ, ഒരു അധ്യക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് 2 അംഗങ്ങൾ. അതിൽ ഒരാൾ വനിതയായിരിക്കണം എന്ന് പറയുന്നു. എത്ര കാലത്തേക്കാണ് നിയമനം? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് 3 വർഷത്തേക്കാണ് ഈ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷത്തേക്കാണ് സംസ്ഥാന സർക്കാർ ഈ അംഗങ്ങളെ നിയമിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? അപ്പോൾ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇവർ രാജിക്കത്തൊക്കെ കൊടുക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ എം വീരാൻകുട്ടിയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? എം വീരാൻകുട്ടിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ, അതായത് ദേശീയ പിന്നാക്ക കമ്മീഷൻ, അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരവെഴുതാനായിട്ട്
പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു ഭാഗത്തും ഓർക്കേണ്ടി വരും. കേരളം ഭരണരംഗം എന്ന് പറയുന്ന ഭാഗത്തും ഓർക്കേണ്ടി വരും. ആ ഭാഗത്തും കമ്മീഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കേരളം ഭരണരംഗം എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കേണ്ടത് സംസ്ഥാന തലത്തിലുള്ള കമ്മീഷനുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ കമ്മീഷനുകളെല്ലാം അതിനകത്തും വരും. സംസ്ഥാന തലത്തിലുള്ളതായതുകൊണ്ട് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, അതൊക്കെ എവിടെയും വരും. കേരളം ഭരണരംഗം എന്ന് പറയുന്ന ഭാഗത്തും വരും. അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ നമുക്ക് ഉൾക്കൊള്ളിച്ച് പഠിക്കാം. അതോടൊപ്പം തന്നെ ഈ ടോപ്പിക്കിലെ എല്ലാ ക്ലാസ്സുകളും, അതായത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കാണുക. കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്തെക്കുറിച്ച്, ഈ സിലബസ് ഭാഗത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുന്നതിന് നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകും. അപ്പോൾ അത് കണ്ട് പഠിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.